ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിഗ് ഡാറ്റ അനാലിസിസും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ അനാലിസിസ് നടത്താമെന്നൊക്കെ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ടുഡേ വി ഡിസ്കസ് അബൌട്ട് ദ ന്യൂ ടോപ്പിക്, ദ ഡാറ്റ സയൻറ്റിസ്റ്റ്. Data scientist normally associated with an employee or business intelligence consultant who excels at analyzing data, particularly large amount of data, to help a business gain a competitive edge. The data scientist usually the team leader during a big data analytics project. അപ്പോൾ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ഇയാളൊരു എംപ്ലോയി ആയിരിക്കും. ഇസ് എ ബിസിനസ് ഇൻ്റലിജൻ്റ് ആയിരിക്കും. ഇസ് എ പേഴ്സൺ കൺസൾട്ടൻറ്റ് ഹു എക്സൽസ് അറ്റ് അനലൈസിങ് ഡാറ്റ, പർട്ടിക്കുലർലി ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. അപ്പോൾ ഡാറ്റ അനലൈസ് ചെയ്യാൻ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കഴിവുള്ള ഒരാളെ ആയിരിക്കും എന്തായിട്ട് തിരഞ്ഞെടുക്കുക, ഒരു ഡാറ്റ സയൻറ്റിസ്റ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. ഈസ് യൂഷ്വലി എ ടീം ലീഡർ ആയിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളെയും ഡയറക്റ്റ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരു ടീം ലീഡറെ ആയിരിക്കും എന്തായിട്ട് തിരഞ്ഞെടുക്കുക, ഡാറ്റ സയൻറ്റിസ്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. എ ഡാറ്റ സയൻറ്റിസ്റ്റ് മസ്റ്റ് പൊസസ് എ കോമ്പിനേഷൻ ഓഫ് അനലിറ്റിക്, മെക്കാനിക് ലേണിംഗ്, എ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽ ആസ് വെൽ ആസ് എക്സ്പീരിയൻസ് വിത്ത് അൽഗോരിതം ആൻഡ് കോഡിംഗ്. അപ്പോൾ ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ, ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് നമ്മൾ വരണമെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരിക്കണം. അതായത് എ കോമ്പിനേഷൻ ഓഫ് അനലിറ്റിക്, മെഷീൻ ലേണിംഗ്, എ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽ, ഇങ്ങനെ കുറേ കഴിവുകളൊക്കെ ഉള്ള ഒരാളെയാണ് നമ്മൾ എന്തായിട്ട് തിരഞ്ഞെടുക്കുക, ഡാറ്റ സയൻറ്റിസ്റ്റായിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ അൽഗോരിതം ആൻഡ് കോഡിംഗ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരാളെയാണ് എന്തായിട്ട് സെലക്ട് ചെയ്യുക, ഡാറ്റ സയൻറ്റിസ്റ്റായിട്ട് സെലക്ട് ചെയ്യുക. However, the most critical skill a data scientist should possess the ability to translate the significance of data in a way that can be easily understood by others. അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡാറ്റയെ പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരാളെ ആയിരിക്കും എന്തായാലും സെലക്ട് ചെയ്യുക, ഡാറ്റ സയൻറ്റിസ്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ദെൻ റോൾ ഓഫ് ഡാറ്റ സയൻറ്റിസ്റ്റ് ഇൻ ബിസിനസ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ നല്ലൊരു ഡാറ്റ സയൻറ്റിസ്റ്റിന് ബിസിനസ്സിലും സൊസൈറ്റിയിലും എന്തൊക്കെ റോളുകളാണ് അയാൾ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് എംപവറിങ് മാനേജ്മെൻറ്റ് ടു മേക്ക് ബെറ്റർ ഡിസിഷൻ. അതായത് an experienced data scientist is likely to be a trusted advisor and strategic partner to the organization's upper management, and they empower the staff, maximize their capacities. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ്, ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് ഈസ് ആൻ എംപ്ലോയി. നമ്മൾ പറഞ്ഞു അയാളൊരു എംപ്ലോയി തന്നെയാണ്, ഒരു ടീം ലീഡറാണ്. ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ സയൻറ്റിസ്റ്റിന് എന്ത് ചെയ്യാം, അയാൾ ട്രസ്റ്റഡ് അഡ്വൈസറാണ്. ട്രസ്റ്റഡ് അഡ്വൈസർ ഒരു കമ്പനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റിയ ഒരാളും ബിസിനസ്സിന് സ്ട്രാറ്റജിക് പാർട്ണർ, തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പാർട്ണറും ആയിരിക്കും. കൂടാതെ എംപവർ ദ സ്റ്റാഫ്, മാക്സിമൈസ് ദ കപ്പാസിറ്റീസ്. അതായത് സ്റ്റാഫിൻ്റെ കപ്പാസിറ്റീസ് മാക്സിമൈസ് ചെയ്യാനുള്ള ഹെൽപ്പും ആര് പ്രൊവൈഡ് ചെയ്യും, നമ്മൾ പറഞ്ഞ ഡാറ്റ സയൻറ്റിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. സെക്കൻഡ് വൺ, ഡയറക്റ്റിംഗ് ആക്ഷൻസ് ബേസ്ഡ് ഓൺ ട്രെൻഡ്. എ ഡാറ്റ സയൻറ്റിസ്റ്റ് എക്സാമിൻസ് ആൻഡ് എക്സ്പ്ലോർ ദ ഓർഗനൈസേഷൻസ് ഡാറ്റ, after which they recommended and prescribed certain action that will help improve the organization performance. അതായത് എങ്ങനെ ചെയ്യണം, അതായത് ഇപ്പോഴത്തെ എന്താണ് ടുഡേയ്സ് ലൈഫ്, അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. അത് തന്നെ, അതായത് ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹി മസ്റ്റ് ബി അപ്ഡേറ്റഡ്. എന്താണ് പറയേണ്ടത്, പ്രിസ്ക്രൈബ്ഡ് സർട്ടൻ ആക്ഷൻസ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇയാൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തേത്, ചാലഞ്ചിങ് ദ സ്റ്റാഫ് ടു അഡോപ്റ്റ് ദ ബെസ്റ്റ് പ്രാക്ടീസ്. One of the responsibilities of a data scientist is to ensure that the employees are familiar and well versed with the organization analytic products. Means ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ എംപ്ലോയീസും എന്തായിരിക്കണം, ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളുമായിട്ട് ഫെമിലിയർ ആയിരിക്കണം. മീൻസ് ട്രാൻസ്പെറൻറ്റ്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയിച്ചു കൊടുത്തിരിക്കണം. They prepare the staff for success with the demonstration of effective use of the system. മീൻസ് അവർ എംപ്ലോയീസിന്, ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യാണ്, എംപ്ലോയീസിനെ പ്രിപ്പയർ ചെയ്യിക്കുകയാണ് ഫോർ ദ എഫക്റ്റീവ് യൂസ് ഓഫ് ദ സിസ്റ്റത്തെ. അതായത് ബിസിനസ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. ദെൻ ഫോർത്ത് വൺ, ഐഡൻറ്റിഫൈങ് ഓപ്പർച്യൂണിറ്റീസ്. The data scientist job requires the continuously and constantly improve the value that is derived from the organization data. അതായത് ഇത് ഇന്ന് ചെയ്യുന്ന തന്നെ ആയിരിക്കണം, ചിലപ്പോൾ നാളെ ചെയ്യുക. കണ്ടിന്യൂസ്ലി അതെന്താണ്, ഇമ്പ്രൂവിങ് ആണ്. ഇപ്പോൾ ഓരോ കാര്യങ്ങളും എന്താണ് അപ്ഡേറ്റഡ് ആയിട്ട് വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് പുതിയ ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, മൂവ് ചെയ്തിരിക്കണം ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ്.
Next, decision making with quantifiable data means data scientists create model using existing data that reproducing a variety of potential actions. Thus, an organization can learn which path will bring the best business outcomes. അപ്പോൾ എന്താണ് ക്വാണ്ടിഫയബിൾ ഡാറ്റ? നമ്മൾ ക്വാളിറ്റി മാത്രമല്ല നോക്കുക, ക്വാണ്ടിറ്റിയും വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അളക്കണം. നാളെ ഇത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കണം, ഇത്ര പ്രോഫിറ്റ് നമ്മൾ മാർജിൻ ഏൺ ചെയ്യണം. ഇതൊക്കെ വെച്ച് നമ്മൾ പല വഴികളിലൂടെ പോയാൽ മാത്രമേ എന്ത് ചെയ്യൂ, നമുക്ക് ബിസിനസ്സിന് ബെസ്റ്റ് ഔട്ട്കം നമുക്ക് കിട്ടും. നെക്സ്റ്റ്, ടെസ്റ്റിംഗ് ദ ഡിസിഷൻസ്. The primary role of a data scientist involves making certain decisions and implementing those changes. However, this is not an end itself. It is also important to know how those decisions have affected the organization. അപ്പോൾ ടെസ്റ്റിംഗ് ദ ഡിസിഷൻ, നമ്മളൊരു തീരുമാനം എടുത്ത് അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്. എന്താണ് ഇംപ്ലിമെൻറ്റിങ് ദോസ് ചേഞ്ചസ്. ആ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുകയും വേണം. ദെൻ ഇറ്റ്സ് നോട്ട് ആൻ എൻഡ് ഇറ്റ് സെൽഫ്. അത് അവിടെ തീരുകയും ചെയ്യരുത്. നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതവിടെ തീരരുത്. പിന്നെ അതെന്ത് ചെയ്യണം, കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്ത് അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അത് ഓർഗനൈസേഷനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ നോക്കണം. മേ ബി അത് നെഗറ്റീവ്ലി ആണ് അത് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഡിസിഷൻ എന്ത് ചെയ്യണം, വിഡ്രോ ബാക്ക്, അത് തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിഫൈനിങ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ്. The importance of data scientist is based on the ability to take existing data that is not necessarily useful on its own and combine it with other data point, generate insight an organization can use the learning more about customers and audience. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് റിഫൈനിങ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ് ആണ് നമ്മളെപ്പോഴും ആരെയാണ് നമ്മൾ മെയിൻ ചെയ്യുക, കസ്റ്റമേഴ്സിനാണ് എന്ത് ചെയ്യുക, എയിം ചെയ്യുക. അപ്പോൾ അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, അവരുടെ എന്താ പറയുക യൂസ്ഫുൾനെസ്, അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലേൺ ടു മോർ അബൌട്ട് ദ കസ്റ്റമേഴ്സ്. അവരെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം. ലാസ്റ്റ് വൺ, recruiting the right talent in the organization. The process of recruiting people has dramatically changed due to big data. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന, റിക്രൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ മോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ടാലൻ്റ് ഉള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. എന്നാലേ നമുക്ക് ഓർഗനൈസേഷൻ എന്ത് ചെയ്യൂ, നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങൾ ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്താൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആരാണ് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്നും അദ്ദേഹത്തിൻ്റെ റോള്, ഒരു ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ ബിസിനസ്സിലെയും സൊസൈറ്റിയിലെയും റോൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നോട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക, കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക, വായിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് മീ.